ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒന്നാമത്തെ ലെസണാണ്. ഈ ഒരു ലെസണിൻ്റെ ആദ്യത്തെ 2 പാർട്ട് വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ഈ ലെസണിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ ആരാണ്? നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ഗ്രാൻഡ് മദറും ഗ്രാൻഡ് സണ്ണും ആണ്. ഗ്രാൻഡ് സണ്ണിൻ്റെ പേര് മണി എന്നാണ് കേട്ടോ. അപ്പോൾ ഇവർ താമസിക്കുന്നത് നൈനിറ്റാളിലാണ്. നെയിൻ എന്നാണ് ഈ സ്റ്റോറിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ അവിടെ നിന്ന് ഒരു യാത്ര പോവുകയാണ്. എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഗ്രാനിയുടെ കണ്ണട മാറ്റാറായിട്ടുണ്ട്. ഏകദേശം 10 വർഷത്തിന് മുകളിലായി അവരത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ട്. സോ അത് മാറ്റാറായിട്ടുണ്ട്. അതിലൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രാനിയുടെ കണ്ണട മാറ്റാനായിട്ട് ഗ്രാനിയും മണിയും കൂടെ മിസൂറി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഐ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു യാത്രയിലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ 2 പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ 2 വീഡിയോസ് നിങ്ങൾ ആദ്യം കാണുക കേട്ടോ. അപ്പോൾ ഇവർക്ക് മിസൂറിയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ അവിടെ എത്താനായിട്ട് ആകെ ഒരു ബസ് മാത്രമാണുള്ളത്. ആ ഒരു ബസ്സിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് ദൂരം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നടക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ നടന്ന് ബസ്സിൽ കയറി. ബസ്സിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമാണ് കേട്ടോ. പഴയ ബസ്സാണ്. ബസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ബസ്സിൻ്റെ പാർട്സൊക്കെ ഇങ്ങനെ കുലുങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഈ ബസ്സിലുള്ള പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ബസ് കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം പെട്ടെന്ന് നിർത്തുകയാണ് ബസ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡാണ്. അതായത് മണ്ണിടിച്ചിലാണ്. ആ മണ്ണിടിച്ചിൽ കാരണം റോഡിലേക്ക് ഒരുപാട് മരങ്ങളും അതേപോലെ പാറക്കഷ്ണങ്ങളും മണ്ണും ഒക്കെ വന്ന് വീണിട്ടുണ്ട്. അങ്ങനെ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ്. അപ്പം വണ്ടിയുടെ മുകളിലേക്കായിട്ട്, ബസ്സിൻ്റെ മുകളിലേക്കായിട്ട് ഒരു മഴ പെയ്യുന്നത് പോലെ ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങളും മണ്ണും ഒക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഭയങ്കര പാനിക്കാവും. അപ്പം ഡ്രൈവർ എന്ത് ചെയ്തു, മാക്സിമം റിവേഴ്സ് എടുത്ത് ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉള്ള സ്ഥലത്ത് നിന്ന് കുറേ ദൂരെയായിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. അപ്പോൾ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആ ഒരു ബസ്സിലുള്ള കൂടുതൽ പാസഞ്ചേഴ്സും തീരുമാനിക്കുന്നത് ആ ബസ്സിൽ തന്നെ കയറി തിരിച്ച് നെയിനിലേക്ക് പോകാമെന്നാണ്. പക്ഷേ ആ ബസ്സിലുണ്ടായിരുന്ന അത്യാവശ്യം ധൈര്യമൊക്കെ ഉള്ള കുറച്ച് ആളുകൾ അവർ തീരുമാനിക്കുകയാണ് ഒരു കുറുക്ക് വഴിയുണ്ട്, അതുവഴി മിസൂറിയിലേക്ക് പോകാം, നടന്നു പോകാമെന്ന്. അപ്പം മണി ഗ്രാനിനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് തിരിച്ച് നെയിനിലേക്ക് തന്നെ ഈ ബസ്സിൽ കയറി പോയാലോ എന്ന്. അപ്പം ഗ്രാനി പറയുന്നുണ്ട്, എന്തിനാ 10 മൈലൊക്കെ അല്ലേ നടക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ എത്രയും ദൂരം എവിടേക്ക് നടന്നിട്ടാണ് എത്തിയിട്ടുള്ളത്, അതുകൊണ്ട് നമുക്കത് സിമ്പിളല്ലേ, നമുക്ക് നടക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഷോർട്ട് കട്ടിലൂടെ അവർ മിസൂറിയിൽ എത്തുകയാണ്. മിസൂറിയിൽ എത്തുന്ന സമയത്ത് അവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ചീപ്പായിട്ടുള്ള ഹോട്ടൽസൊക്കെ അവർ ഒരുപാട് പേരോട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹോട്ടലൊന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ധർമ്മശാലയിലാണ് അന്ന് രാത്രി അവർ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്രയാണ് നമ്മൾ 2ാമത്തെ പാർട്ടിൽ അവസാനം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ബാക്കി നോക്കാം. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. അപ്പം അടുത്ത ദിവസം രാവിലെ അറ്റ് ദ ഐ ഹോസ്പിറ്റൽ അവരെവിടെ എത്തി? കണ്ണാശുപത്രിയിലെത്തി, ഐ ഹോസ്പിറ്റലിലെത്തി. ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ, പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികൾ. ഓക്കെ, അപ്പോൾ വലിയൊരു ക്യൂ ആണ്, ലോങ് ക്യൂ ആണ്. അപ്പം അങ്ങനെ ഒരു ക്യൂവിൽ നിൽക്കുന്ന പേഷ്യൻസിന് എന്ത് വേണം? രോഗികൾക്ക് എന്ത് വേണം? ക്ഷമ വേണം അല്ലേ? അപ്പോൾ വളരെ ക്ഷമയോടുകൂടെ ആ ഒരു ക്യൂവിൽ കാത്തു നിൽക്കുന്ന പേഷ്യൻസിൻ്റെ കൂടെ ഇവരും ജോയിൻ ചെയ്തു. ആ ഒരു ക്യൂവിൽ ആര് ജോയിൻ ചെയ്തു? ഗ്രാനിയും നമ്മളുടെ മണിയും ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ക്യൂ ആണത്? ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. ദ ഐ സ്പെഷ്യലിസ്റ്റ്, എ പോർട്ട്ലി മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ, ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. അപ്പം ദ ഐ സ്പെഷ്യലിസ്റ്റ്, അതായത് കണ്ണിൻ്റെ ഡോക്ടർ, അദ്ദേഹം പോർട്ട്ലി മാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുറച്ച് വണ്ണമുള്ള ആളാണ്. എ പോർട്ട്ലി മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ, അപ്പം സ്യൂട്ടും ടൈയും ഒക്കെ ധരിച്ചിട്ടുള്ള ആളാണ്. ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. അപ്പം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ ബ്രിസ്ക്, അതായത് വളരെ വേഗത്തിലാണ് രോഗികളെ നോക്കുന്നത്. പക്ഷേ വളരെ കൈൻഡായിട്ടാണ്, വളരെ ദയുള്ള ഒരാളാണ്. ദയയോട് കൂടിയിട്ടാണ് ആളുകളെ, അതായത് പേഷ്യൻസിനെ നോക്കുന്നത്. അവരെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ദയയോടും നല്ല രീതിയിലാണ് പേഷ്യൻസുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കം. അപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഗ്രാനിയുടെ സമയമെത്തി. അതായത് ഗ്രാനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ടൈമായി.
The doctor took one horrified look at Granny's glasses and dropped them in a waste basket. അപ്പം ഡോക്ടർ ഒരു ഞെട്ടലോടുകൂടി ഗ്രാനിയുടെ ഗ്ലാസ്സസിലേക്ക് നോക്കി, എന്നിട്ട് എന്ത് ചെയ്തു? ഡ്രോപ്പ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. ആ കണ്ണട എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. Then he fished them out and placed them on his desk and said, ഫിഷ് ദം ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ണട ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ബാസ്ക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അതാണ് ഫിഷ്ഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹിസ് ഡെസ്ക്. എന്നിട്ട് ഡോക്ടറിൻ്റെ ഡെസ്കിൽ ആ ഒരു കണ്ണട വെച്ചു. ആൻഡ് സെഡ്, എന്നിട്ട് പറയുകയാണ്, ഓൺ സെക്കൻഡ് തോട്ട് ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. അപ്പോൾ ഒരു രണ്ടാമതൊന്ന് ചിന്തിച്ചപ്പോൾ എന്താണ്, ഈ ഒരു കണ്ണട മ്യൂസിയത്തിലേക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയാണ്. കാരണം എന്താണ്, ഒരുപാട് കാലങ്ങൾക്ക് മുൻപുള്ള കണ്ണടയാണ് അല്ലേ, ഗ്ലാസ് ആണ്. അപ്പം അത് മ്യൂസിയത്തിൽ വെക്കാൻ പറ്റുമെന്നിങ്ങനെ ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടാണ് ഡോക്ടർ ഇത് പറയുന്നത് കേട്ടോ. വളരെ ഹ്യൂമർ സെൻസ് ഉള്ള ഒരു ഡോക്ടറാണ്. യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് എഗോ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഗ്ലാസ് ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു എന്ന് ഡോക്ടർ പറയാണ്. ദേ ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. ഒരുപക്ഷെ ഈ കണ്ണട ഇത്രയും കാലം യൂസ് ചെയ്തതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ഡോക്ടർ പറയുന്നത്. അതായത് പ്രായമാവുന്നതിനനുസരിച്ച് ആളുകളുടെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്ത് ഗ്ലാസ്സസ് മാറ്റി വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലേ. അല്ലാതെ ഈ ഗ്രാനി ചെയ്തതുപോലെ ഒരേ കണ്ണട തന്നെ ഒരുപാട് കാലം ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷമാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് കേട്ടോ. He examined Granny's eyes and said, your eyes are very weak, but you are not going blind. അപ്പം എന്ത് ചെയ്തു? ഡോക്ടർ ഗ്രാനീൻ്റെ കണ്ണൊക്കെ പരിശോധിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? യുവർ ഐസ് ആർ വെരി വീക്ക്. നിങ്ങളുടെ കണ്ണുകൾ എന്താണ്? വളരെ വീക്കാണ്. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ടു ബ്ലൈൻഡ്. പക്ഷേ നിങ്ങൾ എന്താണ്? ബ്ലൈൻഡ് ആവാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ്. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. എന്താണ്? വളരെ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഓക്കെ. അപ്പോൾ അതിലൂടെ എന്താണ്, ഗ്രാനിക്ക് പഴയ കണ്ണട വെച്ച് കാണുന്നതിനേക്കാളും നല്ല ബെറ്ററായിട്ട് കാണാൻ കഴിയും അല്ലേ. എന്തുകൊണ്ടാണ്? കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് പുതിയ കണ്ണടയാണ് ഇവർ, നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള കണ്ണടയാണ് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ലാർജ് ആൻഡ് സ്മോൾ, ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. അപ്പം കണ്ണ് പരിശോധിക്കുന്നത് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളൊരു സീറ്റിലിരുത്തും, എന്നിട്ട് ഒരു മിനിമം ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മളുടെ ഫ്രണ്ടിലായിട്ട് കുറേ ലെറ്റേഴ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പല സൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെക്കൊണ്ട് അത് വായിപ്പിക്കും. അപ്പം കറക്റ്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനിലുള്ള ലെൻസസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക ഡോക്ടേഴ്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ അതേപോലെ ഗ്രാനീനെ ഒരു ബോർഡിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. ആ ബോർഡിൽ നിറയെ എന്താണ്? ലെറ്റേഴ്സാണ്. ഇംഗ്ലീഷും ഹിന്ദിയും ലാർജും സ്മോളും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഗ്രാനീനോട് ചോദിക്കുകയാണ് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. ഐ കാണ്ട് ഈവൻ സീ ദ ബോർഡ് സെറ്റ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്താ പറയുന്നത്? എനിക്ക് ആ ബോർഡ് പോലും കാണാൻ പറ്റുന്നില്ല. വെൽ ക്യാൻ യു സീ മീ ആസ്ക്ഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? സം ഓഫ് യു സെറ്റ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാണ്, നിങ്ങളെ മുഴുവനായിട്ടല്ല, അവിടെ ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയാണ്. ഐ വോണ്ട് യു ടു സീ ഓൾ ഓഫ് മീ സെറ്റ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറയാണ്, എന്നെ നിങ്ങൾ മൊത്തത്തിൽ കാണണം, അവിടെ ഇവിടെ ഒന്നും കണ്ടിട്ട് കാര്യമില്ല, എന്താണ് മുഴുവനായിട്ട് കാണണം എന്ന് പറയാണ്. ആൻഡ് ഹീ ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗാൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. അപ്പം ഗ്രാനിയുടെ നോസിൽ ഒരു ഫ്രെയിം ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് എന്താണ്? ബിഗാൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്, വ്യത്യസ്ത തരത്തിലുള്ള ലെൻസസ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള ലെൻസ് കണ്ടുപിടിക്കുന്നത് വരെ എന്താണ്, ഡിഫറെൻറ്റ് ലെൻസസ് ഇങ്ങനെ വെച്ച് നോക്കും. അതനുസരിച്ചിട്ടാണ് കണ്ണട കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണുന്ന ലെൻസ് യൂസ് ചെയ്തിട്ട്. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. അപ്പം പെട്ടെന്ന് ഗ്രാനിക്ക് കൂടുതൽ നന്നായി കാണാൻ കഴിഞ്ഞു. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അപ്പോൾ ഗ്രാനി ആ ഒരു ബോർഡും അതിലെ ഏറ്റവും വലിയ ലെറ്റേഴ്സും കാണുന്നുണ്ട്, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗ്രാനിക്ക്. ക്യാൻ യു സീ മീ നൗ ആസ്ക്ഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് യു. അപ്പോൾ എന്താണ്, കുറേയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് സെറ്റ് ഗ്രാനി പറഞ്ഞു. ആൻഡ് ദെൻ ആഡഡ്, ബൈ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ ദർ ഇസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. അപ്പം എനിക്ക് നിങ്ങളെ കുറേയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ കുറേയും കൂടിയൊക്കെ എനിക്ക് കാണാനുണ്ട് എന്ന് ഗ്രാനി പറയാണ്. ഓക്കെ.
"Thank you," said the doctor. "And now turn around and tell me if you can see your grandson." അപ്പോൾ ഡോക്ടർ താങ്ക് യു പറയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ ഒന്ന് തിരിഞ്ഞിട്ട് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ, നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം എന്നോട് പറയൂ എന്ന് പറയുകയാണ്. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. അപ്പം ഗ്രാനി ഒരുപാട് വർഷത്തിന് ശേഷം മണീനെ വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. ഓക്കെ, കാരണം എന്താണ്, ഒരു പഴയ ഗ്ലാസ്സാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഗ്രാനി പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ഫെസി ഹെയറും അതേപോലെ അവൻ്റെ പല്ലും കണ്ണും ഒക്കെ കാണുന്നുള്ളൂ, അവനെ മുഴുവനായിട്ട് കാണുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് വർഷത്തിന് ശേഷം മണീനെ ക്ലിയർ ആയിട്ട് ഗ്രാനി കാണുകയാണ്. "മണി," ഷീ എക്സ്ക്ലെയിംഡ്, ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. അപ്പം മണി എന്ന് വിളിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവരെന്താണ്, അവരുടെ കൈകളിങ്ങനെ അടിക്കുകയാണ്. ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്, വളരെ സന്തോഷത്തോടു കൂടി കൈകൾ അടിക്കുകയാണ്. "ഹൗ നൈസ് യു ലുക്ക്," നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. "വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്," എന്തൊരു നല്ല കുട്ടിയെയാണ് ഞാൻ വളർത്തിയെടുത്തിട്ടുള്ളത്, നല്ല ഭംഗിയുള്ള ഒരു ബോയാണ്, അപ്പം എത്ര മനോഹരമായിട്ടുള്ള ഒരു കുട്ടീനെയാണ് ഞാൻ വളർത്തിയെടുത്തിട്ടുള്ളതെന്ന് ഇങ്ങനെ പറയാണ്. "ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്," പക്ഷേ നീ എന്ത് ചെയ്യണം, മുടി വെട്ടണം. "ആൻഡ് എ വാഷ്," പിന്നെ എന്ത് ചെയ്യണം, കുളിക്കുകയും ചെയ്യണം. "ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്," എന്നിട്ട് എന്ത് ചെയ്യണം, ഷർട്ടിൽ ബട്ടൺസൊക്കെ ഇടണം. "ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്," പിന്നെ എന്ത് ഇടണം, ഒരു പുതിയ പെയർ ഓഫ് ഷൂസ് ധരിക്കണം. "കം അലോങ് ടു ദ ബസാർ," അങ്ങാടിയിലേക്ക് വരൂ അല്ലെങ്കിൽ കടയിലേക്ക് വരൂ എന്ന് പറയുകയാണ് ആര്, നമ്മളുടെ ഗ്രാനി. "ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ്," സെഡ് മണി ലാഫിങ്. അപ്പം മണി ചിരിച്ചുകൊണ്ട് പറയാണ്, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കണ്ണട റെഡിയാക്കി എടുക്കാം, കണ്ണട വാങ്ങാമെന്ന്. "ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്," അതിന് ശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. "എ ഡേ ലേറ്റർ ദേ വർ ഇൻ എ ബസ് അഗെയിൻ," അപ്പം ഒരു ദിവസത്തിന് ശേഷം എന്താണ്, ഇവർ വീണ്ടും ആ ഒരു ബസ്സിൽ കയറി. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്. അപ്പോൾ ഗ്രാനിക്ക് ഒരു വിൻഡോ സീറ്റാണ് കിട്ടിയത്. വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബസ്സിൻ്റെ വിൻഡോയുടെ അരികിലുള്ള ഒരു സീറ്റ് അല്ലേ, നമ്മളൊക്കെ ബസ്സിൽ കയറുമ്പോൾ ആ വിൻഡോ സീറ്റിന് അടി ഉണ്ടാക്കാറില്ലേ, ഉണ്ട് അല്ലേ. അപ്പോൾ ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ, മണി എന്ത് ചെയ്തു, ഗ്രാനിയുടെ തൊട്ടരികിലായിട്ട് തന്നെ ഇരുന്നു. "ഹി ഹാഡ് ന്യൂ ഷൂസ്," അവനെന്തുണ്ട്, പുതിയ ഷൂസ് ഉണ്ട്. "ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല," അപ്പം ഗ്രാനിക്ക് പുതിയ അംബ്രല ഉണ്ട്. ഗ്രാനിയുടെ അംബ്രല എന്താണ്, ലീക്ക് ആവുന്നുണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ട് പുതിയ അംബ്രലയൊക്കെ വാങ്ങിയിട്ടുണ്ട്. "ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വൂളൻ ടിബറ്റൻ പുലോവർ ഫോർ മണീസ് ഫാദർ," അപ്പം മണിയുടെ ഫാദറിന് ഒരു കമ്പിളിക്കുപ്പായം ഒക്കെ വാങ്ങിയിട്ടുണ്ട്. "ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ കൗബൽ," അപ്പം എന്തൊക്കെയാണ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സീഡ്സ് അല്ലേ, പിന്നെ ബൾബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെയാണ് കേട്ടോ. "ആൻഡ് എ കൗബൽ," ഒരു പശുവിനുള്ള മണിയാണ്. ഓക്കെ, അതൊക്കെ ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സാധനങ്ങളൊക്കെ വാങ്ങണം എന്നും പറഞ്ഞിട്ടാണ് ഗ്രാനി അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങി ഇവർ ബസ്സിൽ കയറി. ആസ് ദ ബസ് മൂവ്ഡ് ഓഫ് ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ ബസ് എന്താണ്, മൂവ് ചെയ്ത് തുടങ്ങി, മുൻപോട്ട് സഞ്ചരിച്ച് തുടങ്ങിയ സമയത്ത് ഗ്രാനി വളരെ ആകാംക്ഷയോടുകൂടി, ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ, ആ ഒരു ബസ്സിൻ്റെ വിൻഡോയിലൂടെ വളരെ ആകാംക്ഷയോടുകൂടി പുറത്തേക്ക് നോക്കുകയാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഗ്രാനിക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഗ്ലാസ്സൊക്കെ മാറ്റിയതിന് ശേഷം. അതുകൊണ്ടാണ് വളരെ ആകാംക്ഷയോടുകൂടി ആ ഒരു ബസ്സിൻ്റെ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തേക്ക് വിൻഡോയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡ് നോട്ട് സീൻ ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ട് ഗ്രാനി കാണാതിരുന്ന കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകൾ അതിപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇനി പറയാൻ പോകുന്നത്. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, ദൂരെയുള്ള വില്ലേജസ് കാണാൻ പറ്റുന്നുണ്ട്. പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, വയലുകളിൽ ആളുകൾ ജോലി ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. മിൽക്ക്മാൻ ഓൺ ദ റോഡിൻ്റെ മുകളിലിരുന്ന് എന്താണ്, പാല് വിൽക്കുന്ന കച്ചവടക്കാരൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്, ബസ്സിൻ്റെ എന്താണ് അരികിലായിട്ട് 2 നായകൾ ഓടുന്നത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. മങ്കീസ് ഇൻ ദ ട്രീസ്, മരങ്ങളിലുള്ള കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ എ റെയിൻബോ ഇൻ ദ സ്കൈ, ഇതിലൊക്കെ അപ്പുറമായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഗ്രാനി കാണുന്നത് എന്താണ്, എ റെയിൻബോ ഇൻ ദ സ്കൈ, ആകാശത്തിലുള്ള മഴവില്ലാണ്. ഷീ കുഡൻ സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ് ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ്, തീർച്ചയായിട്ടും വളരെ ക്ലിയറായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഗ്രാനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയറായിട്ട് പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇപ്പം പഴയതിൽ നിന്നും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരൊരുപാട് ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ,
മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. മണി കുറേ സമയം അങ്ങനെ നോക്കിയിരുന്നു. പിന്നെന്താണ്, ഗ്രാനിയുടെ നിർത്താതെയുള്ള ഒരു സംസാരം വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി അതും അങ്ങനെ കേട്ടിരുന്നു അവൻ. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്. അതിനുശേഷം എന്താണ്, അവൻ്റെ തല ഇങ്ങനെ ആടാൻ തുടങ്ങി. അതായത് അവന് ഉറക്കം വരുന്നുണ്ട്. ഇറ്റ് ഡ്രോപ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ. അപ്പോൾ അവൻ്റെ തല ഇങ്ങനെ ഗ്രാനിയുടെ ഷോൾഡറിലേക്ക് ഇങ്ങനെ ചാഞ്ഞു വന്നു. ആൻഡ് റിമൈൻഡ് ദെയർ കംഫർട്ടബിളി സപ്പോർട്ടഡ്. അപ്പം അവൻ്റെ തല ഗ്രാനിയുടെ ഷോൾഡർ ഇങ്ങനെ താങ്ങി നിർത്തി. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്, നല്ല കംഫർട്ടബിളായിട്ട് കിടക്കുകയാണ് കേട്ടോ. ദ ബസ് സ്വേഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വിൻഡിങ് മൗണ്ടെയിൻ റോഡ് ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. സ്വേഡ് മീൻസ് വളഞ്ഞു പുളഞ്ഞു പോയില്ലേ, അതിനാണ് പറയുക. ജോൾട്ട് മീൻസ് എന്താണ്, കുലുങ്ങുക. അപ്പം വളഞ്ഞു പുളഞ്ഞ് കുലുങ്ങിയൊക്കെയാണ് ബസ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഒരു മലമ്പാതയിലൂടെ. പക്ഷേ എന്താണ്, നമ്മളുടെ മണി നല്ല ഗാഢ നിദ്രയിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സ്റ്റോറി ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.